നമുക്ക് എല്ലാവർക്കും കുടുംബമൊത്ത് ആഘോഷിക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയർ ചിത്രം തന്നെയാണ് എക്സ്ട്രാ ടീസർ. എൻ്റെ ടേസ്റ്റ് പോലെ നിങ്ങളുടെ ടേസ്റ്റ് നിങ്ങളുടെ ടേസ്റ്റ് പോലെ അത് ഓഡിയൻസിൻ്റെ കയ്യിലാണ്. പക്ഷേ സുരാജിൻ്റെ പെർഫോമൻസ് ഉഷാറായിട്ടുണ്ട്. അത് കാരണം ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൽ. ഒരു എന്താ പറയുക, നമുക്കത് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് സുരാജേട്ടൻ ഇതിൽ അടിപൊളിയായിട്ടുണ്ട്. എക്സ്ട്രാ ഡീസൻറ്റ് പോലെ തന്നെ എക്സ്ട്രാ പെർഫോമൻസ് ഉഷാറായിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഭാഷ പറഞ്ഞ ആറാടുകയാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ. പറഞ്ഞ് പരത്തി എല്ലാ പടത്തിലും തന്നെ വിളിക്കട്ടെ. അല്ല അങ്ങനെയല്ല, ഇവർക്ക് നല്ല പടങ്ങളുടെ ഭാഗം പറ്റുന്നതാണ്. അവരെല്ലാണെങ്കിൽ അവരനാണ് ഓണക്കുഴി എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ കുഞ്ഞു റോള് കിട്ടുന്നായിരുന്നു. ആ പടവും ഹിറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന തമാശ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തൊരു സ്ക്രിപ്റ്റാണ്. ഒരുപാട് മാക്സിമം നമ്മളെ ചെയ്യാൻ എന്നുള്ളതായിരുന്നു എൻ്റെ വന്നു. ഞാൻ ഓൺലൈനിൽ വന്നുകൊണ്ടിരിക്കുക. അത് നോക്കാൻ പറ്റിയിട്ടില്ല, പണത്തിൻ്റെതായതുകൊണ്ട്. ശരിക്കും ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷേ കണ്ടവരും നല്ല അഭിപ്രായം പറഞ്ഞു. അടുത്ത ചെറിയ ശ്രീകുമാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരാജ് വെന്നാറോട്. കാര്യം എല്ലാ റോളും പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ ലിസി സ്റ്റീഫൻ പുള്ളിനെ പറ്റി അതല്ല, ലിസി സ്റ്റീഫനെ പറ്റി പറയണമെങ്കിൽ 37ാമത്തെ പടമാണ് പുള്ളിയുടെ. പുള്ളിനെ ആരും കണ്ണുവെക്കലെന്നാ പ്രാർത്ഥിക്കണം. കാര്യം എന്തോരം സിനിമ അതാ പറഞ്ഞ പുള്ളിനെ കണ്ണുവെക്കലെന്ന് ഞാൻ പ്രാർത്ഥിക്കണം. 37ാമത്തെ ചിത്രം പുള്ളി ഒറ്റയ്ക്ക് ചെയ്യണം. ഇത് സുരാജ് പങ്കിട്ടാ. സുരാജ് വെന്നാറോട് അതെ 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 അതെ. പക്ഷെ ഇതിൽ ലിസി സ്റ്റീഫനുണ്ട്. എല്ലാത്തിനും പ്രത്യേകത അടുത്ത കൽപ്പന എന്ന് തന്നെ പറയാം. നമ്മുടെ മറ്റേ ഇതിലെ ചേച്ചിയുണ്ട്. അത് കുറെ നാൾക്ക് ശേഷം വന്നത് ദേശീയന് അടുത്ത കൽപ്പന എന്ന് പറയാം. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഫാമിലി പടമാണ്. നല്ല പടമാണ്, കുഴപ്പമില്ല. അത് സുരാജ് വാരി നമ്മുടെ നോയിലും ക്രിസ്മസും ശരി മാത്രമുള്ളൂ. ജനപ്രിയ നായകൻ ഈ പടം എല്ലാവരും കാണും. അടിപൊളിയാണ്. സുരാജ് ചേട്ടൻ പൊളിച്ചിട്ടുണ്ട്. ഷാമു അതുപോലെ കളിക്കുന്നുണ്ട്. അടിപൊളി നല്ല പടമായിരുന്നു. സുരാജേട്ടൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ്. സുരാജേട്ടനിടയ്ക്ക് കോമഡി ചെയ്തു, പിന്നെ ഒരിക്കലും നമ്മുടെ സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് പോയി. ഇതിലൊരു കോമഡിയും സീരിയസും ഒക്കെ ആയിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രകടനം കാണാൻ കഴിയും. സൂപ്പർ പടം. നമുക്ക് ബോറില്ലാതെ കുറേ നേരം കൂടി ഇരുന്നിരുന്ന് സുഖമായിട്ട്, അതായത് ഒരു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. നല്ല രസം. അതായത് എല്ലാവരും അമ്മയായാലും അച്ഛനായാലും ഗ്രേസ് ആന്റണിക്കായാലും ശ്യാമയൊക്കെ നൈസ് പടം. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. കുറേ നാളെ ചിരിച്ചു. നല്ല പാട്ട് നല്ല പടം, അടിപൊളി. നല്ല പെർഫോമൻസ് സ്റ്റാറാണ്. അടിപൊളി അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കയ്യടിയും ചിരിയും. കുറേ നാളായി, കുറേ നാൾ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ തിയേറ്ററിൽ മൂവികളെ സ്പെഷ്യൽ കാണാൻ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എടുത്തോ? ഓക്കെ, താങ്ക് യു. നല്ല പടമായിരുന്നു. നല്ലൊരു വെറൈറ്റി ജോണറാണ്. കുറച്ച് എന്താ ഡാർക്ക് ഹ്യൂമർ സാധനമാണ്. അടിപൊളിയാണ്. എല്ലാവരും കാണും.
ഇഷ്ടപ്പെട്ടോ? പിന്നെ അനിയനാണോ? അനിയനാണോ? ആ അതെ എങ്ങനെയുണ്ട് അനിയനെ പടം കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? ശാലിനി മോളെ നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന പടമാണോ? അല്ല ചില മനുഷ്യർ ചില പ്രത്യേക അന്തരീക്ഷത്തിൽ അക്ഷേടാവും എന്തായാലും ഭംഗിയായിട്ട് നമ്മളെല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ചില ആളുടെ ഒരു എക്സ്ട്രാ സ്വഭാവം പ്രത്യേക അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന അല്ലേ അവിടെ അക്ഷേടാവും